അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇതിൽ പ്രധാനമാണ് ഇന്ത്യ-അമേരിക്ക ബന്ധം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഉറപ്പാണ്. ട്രംപ് അധികാരത്തിലെത്തിയാൽ അവസരങ്ങളും കാര്യമായ വെല്ലുവിളികളും ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും ഉഭയകക്ഷി ബന്ധം തുടരുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ വ്യത്യസ്തമായ അമേരിക്കൻ നയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സുരക്ഷ, നയതന്ത്ര ഇടപെടലുകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കും. മോദിയും ട്രംപും തമ്മിൽ നല്ല സൗഹൃദമാണുള്ളത്. ഇത് തുടരുമെന്ന് വിലയിരുത്തപ്പെടുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ്, പ്രത്യേകിച്ച് ചൈന വ്യാപാര അസന്തുലിതാവസ്ഥ, പ്രതിരോധ സഹകരണം എന്നിവ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്നതിൽ കൃത്യമായ ഒരു ധാരണ പുറത്തു വന്നിട്ടില്ല. ട്രംപിന്റെ രണ്ടാം ടേമിൽ മോദി ട്രംപ് ബന്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ വ്യാപാരം ഒരു പ്രധാന ഘടകമായി തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ട നടപ്പിലാക്കാൻ പുതിയ കരാറുകൾ സൃഷ്ടിക്കുന്നതിലേക്ക് വഴിയൊരുക്കുമെന്നും ഉറപ്പാണ്. ട്രംപ് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ച് വിവരസാങ്കേതികവിദ്യ, ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ മേഖലകളിലെ ബിസിനസ് രീതികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തന്റെ ആദ്യ ടേമിൽ ട്രംപ് ഇന്ത്യയെ താരിഫ് രാജാവെന്ന് വിളിക്കുകയും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിൽ ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമെന്നും ഉറപ്പാണ്. ട്രംപിന്റെ വിജയത്തോടെ ലോകം രണ്ട് ചേരികളിലായി മാറുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ ഇന്ത്യ ഈ രണ്ടു പക്ഷത്തുമില്ല. ട്രംപിന്റെ വരവിനെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിലനിന്നിരുന്ന മികച്ച ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ-US സൗഹൃദം കൂടുതൽ ഊഷ്മളകരമാകുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. എങ്കിലും ഉരസലുകളും പിണക്കങ്ങളും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്തോ പസഫിക്കിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും US തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ആയുധ വിൽപ്പന, സൈനിക സാങ്കേതിക കൈമാറ്റം, സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സഹകരണം കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. രണ്ടാം തവണയും ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇത് തന്നെ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈന ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഘടകം. ചൈന സാമ്പത്തികവും സൈനികവുമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് വളരുമെന്ന് അമേരിക്ക മുൻപൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ചൈനയുടെ ഭീഷണി നേരിടുന്നതിന് അമേരിക്ക രൂപപ്പെടുത്തിയ ബഹുമുഖ പദ്ധതികളിലൊന്നാണ് ക്വാഡ്. എന്നാൽ അയൽ രാജ്യത്തെ ശത്രുപക്ഷത്തിൽ നിർത്തുന്നതിൽ ഇന്ത്യ അല്പം വിമുഖത കാണിക്കുന്നതിനാൽ ക്വാഡ് ഇതുവരെ പൂർണ്ണ സൈനിക സഖ്യമായി മാറിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഇരു രാജ്യവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ H-1B വിസ പ്രോഗ്രാമിലെ അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. US-ലേക്കുള്ള വിദേശ വിദഗ്ധ തൊഴിലാളികളുടെ ഒഴുക്ക് പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ ട്രംപിന്റെ ഭരണകൂടം നടപ്പാക്കിയത് IT ടെക് മേഖലയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളെ കാര്യമായി ബാധിച്ചിരുന്നു. അതേ നിലപാട് ഇത്തവണയും ട്രംപ് സ്വീകരിച്ചാൽ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ രണ്ടാം ടൈം ആരംഭിക്കുമ്പോൾ അവസരങ്ങളും വെല്ലുവിളികളുമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഒരു വശത്ത് പ്രതിരോധ പങ്കാളിത്തം, US-ഉമായുള്ള വർദ്ധിച്ച വ്യാപാരം, ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഇന്ത്യയെ ഇന്തോ പസഫിക്കിൽ അതിന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനും സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്താനും സഹായിക്കും. മറുവശത്ത് വ്യാപാര നയങ്ങൾ, കുടിയേറ്റ നിയന്ത്രണങ്ങൾ, ചൈനയുമായുള്ള പിരിമുറുക്കങ്ങൾ എന്നിവയിൽ വെല്ലുവിളികൾ ഉയർത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായുള്ള ബന്ധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനമാണ്.